DGP ഓഫീസിന് മുന്നിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മകൻ മരിച്ച അമ്മയുടെ നിർഭാഗ്യകരമായ അവസ്ഥയെ മറ്റു ചിലർ രാഷ്ട്രീയമായി ഉപയോഗിച്ചു. മഹിജയുടെ പരാതിയുമായി ബന്ധപ്പെട്ട വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. KM ഷാജഹാനോട് തനിക്ക് യാതൊരു വ്യക്തിവിരോധവുമില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. ജിഷ്ണു പ്രണോയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിയമപരമായി ചെയ്യേണ്ടതെല്ലാം സർക്കാർ ചെയ്തു. കേസന്വേഷണത്തിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിനും പരാതികളില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ DGP ഓഫീസിന് മുന്നിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. മറ്റു ചിലർ രാഷ്ട്രീയമായി സമരത്തെ ഉപയോഗിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആ അമ്മയുടെ മാനസികാവസ്ഥ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ചിലർ തയ്യാറായി എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇതിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു പെട്ടെന്നങ്ങ് അവസാനിപ്പിക്കുന്ന വികാരത്തോടെയുള്ളവർ മാത്രമല്ല കളിച്ചിട്ടുള്ളത്. ആ കളി നമ്മൾ കാണാതിരിക്കരുത്. അവിടെ സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു രംഗം ഉണ്ടായി. എന്താവശ്യത്തിനാണ് ജിഷ്ണുവിന്റെ കുടുംബം ഇപ്പോൾ സമരത്തിന് പോയത്? ഏത് കാര്യമാണ് സമരത്തിലൂടെ നേടാനുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മഹിജയുമായി താൻ ഫോണിൽ സംസാരിച്ചു. അവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനെല്ലാം ഓരോ സമയമുണ്ടല്ലോ. ഞാൻ ഇടപെട്ടത് കൊണ്ട് മാത്രം തീരുന്നൊരു സമരമായിരുന്നില്ല അത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് അവർക്ക് വരാൻ എല്ലാ അവകാശമുണ്ടല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന ഉറപ്പാണ് ഞാൻ അവർക്ക് നൽകിയിട്ടുള്ളത്. അക്കാര്യത്തിലൊരു മാറ്റം എനിക്കില്ല. എന്നാൽ ചില ആളുകൾ ചേർന്ന് ഇതാ എടുത്തോ നടപടി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റവും ചെയ്യാത്തവർക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല. KM ഷാജഹാനോട് തനിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടാകേണ്ടത് എന്തിനാണ്? അങ്ങനെയുണ്ടെങ്കിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നടപടിയെടുക്കുമായിരുന്നല്ലോ എന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മറുപടി നൽകി. കാനം രാജേന്ദ്രൻ ജിഷ്ണുവിന്റെ കുടുംബത്തെ കാണാൻ പോയി എന്നത് ശരിയാണ്. എന്നാൽ സമരം അവസാനിപ്പിച്ചത് കാനമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സമരത്തിന്റെ സൂത്രധാരൻ ജിഷ്ണുവിന്റെ അമ്മാവൻ എന്ന് പറയുന്ന ആളാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ്ണുവിന്റെ അമ്മ മഹിജയ്ക്ക് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി. ശനിയാഴ്ചയാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. ജിഷ്ണു കേസിൽ സർക്കാർ കൈക്കൊണ്ട നടപടി ദുർബലപ്പെടുത്തുന്നതാണ് കോടതി സമീപനമെന്ന് കോടിയേരി. ഇത്തരം സമീപനങ്ങൾ അതിക്രമം കാണിക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങൾക്ക് ശക്തി പകരും. പോലീസിന് ജുഡീഷ്യറി പിന്തുണ നൽകുകയാണ് വേണ്ടതെന്നും കോടിയേരി പൊന്നാനിയിൽ പറഞ്ഞു. പക്ഷെ കോടതി ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം, നിങ്ങൾ എന്തിനാണ് ഈ പ്രതിയെ പിടിച്ചത് എന്നാണ് പോലീസിനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ആ പ്രതിക്ക് ഉടനെ ജാമ്യം കൊടുത്തു. മറ്റ് പിടികൂടേണ്ടുന്ന 2 പ്രതികൾ ഇനിയിപ്പോൾ പോലീസ് പിടിക്കേണ്ടതില്ല, ഞങ്ങൾ പറഞ്ഞാലേ പിടിക്കാൻ പാടുള്ളൂ എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് കോടതി ഇങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്ന് കോടതി തന്നെ പുനരാലോചിക്കണം. ഇത്തരം സമീപനം കോടതി സ്വീകരിക്കുന്നത് സ്വാശ്രയ മാനേജ്മെന്റുകൾ അതിക്രമം കാണിക്കുന്നവർക്ക് ശക്തി പകരുകയാണ് ചെയ്യുക. അത്തരമൊരു നിലപാട് കോടതിയുടെ ഭാഗത്തുണ്ടായത് ജിഷ്ണുവിൻ്റെ വധത്തിന് ഉത്തരവാദികളായ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ എത്തിക്കുന്നതിൽ തടസ്സമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ 2 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. അധ്യാപകരായ പ്രവീൺ ദിബിൻ എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിന്റെ ഇടക്കാല ജാമ്യം ഹൈക്കോടതി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നാണ് കോടതി. ജസ്റ്റിസ് എബ്രഹാം മാത്യുവിന്റെ ബെഞ്ചാണ് പ്രതികളുടെ ജാമ്യ ഹർജിയിൽ വാദം കേട്ട് വിധി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ജിഷ്ണുവിന്റെ ആത്മഹത്യാക്കുറിപ്പ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിൽ കോളേജ് മാനേജ്മെന്റ് പീഡിപ്പിക്കുന്നതായി വ്യക്തമായിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസിൽ ജിഷ്ണുവിന്റെയും സഹപാഠികളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. പ്രിൻസിപ്പലിന്റെ മൊഴി ദഹിക്കുന്നതല്ല. സാക്ഷിമൊഴികളെല്ലാം തള്ളിയ കോടതി പ്രതികൾക്കെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് കണ്ടെത്തി. അതിനാൽ പ്രതികളെ ജയിലിലടക്കേണ്ട സാഹചര്യമില്ലെന്നും മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. അധ്യാപകരായ പ്രവീൺ ദീപൻ എന്നിവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി വൈസ് പ്രിൻസിപ്പൽ ശക്തിവേലിന് കഴിഞ്ഞ ദിവസം അനുവദിച്ച ഇടക്കാല ജാമ്യം സ്ഥിരപ്പെടുത്തി. ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യരുതെന്നറിയിച്ച കോടതി കോപ്പിയടിയുമായി ബന്ധപ്പെട്ട 1 മണിക്കൂർ ചോദ്യം ചെയ്യാനും പോലീസിന് അനുമതി നൽകി. പ്രതികളായ പ്രവീണും ദീപനും ഒളിവിലാണ്. ഗൂഢാലോചന, ആത്മഹത്യാ പ്രേരണ, വ്യാജരേഖയുണ്ടാക്കൽ, ഭീഷണി, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ശക്തിവേൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. കേസിൽ 1ഉം 2ഉം പ്രതികൾ നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. DGP ആസ്ഥാനത്തെ സംഘർഷത്തെ തുടർന്ന് അറസ്റ്റിലായ 5 പ്രതികൾക്കും ജാമ്യം. KM ഷാജഹാൻ, ഷാജിർ ഖാൻ, മിനി, ഹിമവൽ ഭദ്രാനന്ദ, ശ്രീകുമാർ എന്നിവർക്കാണ്
ജാമ്യം ലഭിച്ചത്. ചോദ്യം ചെയ്യലിനായി 4 മണിക്കൂർ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഇവർ. ജാമ്യാപേക്ഷ പരിഗണിച്ച ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ജാമ്യം അനുവദിച്ചത്. വാർത്തകളിലേക്ക്. മെഡിക്കൽ പ്രവേശന നിയന്ത്രണം, സഹകരണ നിയമ ഭേദഗതി എന്നീ ഓർഡിനൻസുകൾ പ്രാബല്യത്തിൽ വന്നു. 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമാക്കിയുള്ള ഓർഡിനൻസിനും ഗവർണർ അംഗീകാരം നൽകി. മുൻ DGP രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മലയാളം ഭാഷാ പഠനം നിർബന്ധമാക്കുന്ന സർക്കാരിന്റെ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 10ാം ക്ലാസ് വരെ മലയാളം നിർബന്ധമാക്കിയുള്ള ഓർഡിനൻസ് പ്രാബല്യത്തിൽ വന്നത്. CBSE, ICSE സിലബസുകാർക്കും ഓർഡിനൻസ് ബാധകമാണ്. ഓർഡിനൻസ് പ്രകാരം സ്കൂളുകളിൽ മലയാളം സംസാരിക്കുന്നതിന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു വിലക്കും ഏർപ്പെടുത്താൻ പാടില്ല. NOC നൽകുന്നതിന് നിർബന്ധിത മലയാള ഭാഷാ പഠനം വ്യവസ്ഥ ചെയ്യും. മലയാളം പഠിപ്പിക്കാത്ത വിദ്യാലയങ്ങളാണെങ്കിൽ ഈ നിയമം നടപ്പായതിനു ശേഷം പഠിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവരുടെ NOC റദ്ദ് ചെയ്യും. നിയമത്തിലെയും ചട്ടങ്ങളിലെയും വ്യവസ്ഥ ലംഘിക്കുന്ന വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകർക്ക് 5000 രൂപ വരെ പിഴ ചുമത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. നിയമം ലംഘിക്കുന്ന വിദ്യാലയങ്ങളുടെ അംഗീകാരം റദ്ദാകും. ഇതര സംസ്ഥാന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമല്ല. നീറ്റ് അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനത്തിൽ സ്വാശ്രയ കോളേജുകളുടെ പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ജുഡീഷ്യൽ അധികാരമുള്ള കമ്മിറ്റി രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ഓർഡിനൻസും പ്രാബല്യത്തിൽ വന്നു. സ്ഥാപനം നടത്താനാവശ്യമായ ചെലവ് കണക്കിലെടുത്ത് ഫീസ് നിശ്ചയിക്കാൻ ഈ കമ്മിറ്റിക്കാണ് അധികാരം. അഡ്മിഷൻ ആൻഡ് ഫീ റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പ്രവേശനം, ഫീസ് എന്നീ കാര്യങ്ങളിൽ പരാതിയുണ്ടായാൽ അന്വേഷണം നടത്തുന്നതിന് കമ്മിറ്റിക്ക് സിവിൽ കോടതിയുടെ അധികാരം നൽകിയിട്ടുണ്ട്. ഒരു അധ്യയന വർഷം അതത് വർഷത്തെ ഫീസ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. കൂടുതൽ ഈടാക്കുന്നത് ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നതായി കണക്കാക്കി നടപടിയെടുക്കും. നിയമം ലംഘിച്ചുവെന്ന് ബോധ്യപ്പെട്ടാൽ സ്ഥാപനത്തിന് 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താം. ജില്ലാ സഹകരണ ബാങ്കുകളുടെ അംഗത്വം പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾക്കും അർബൻ സഹകരണ ബാങ്കുകൾക്കുമായി പരിമിതപ്പെടുത്തുന്ന ഓർഡിനൻസും സർക്കാർ പുറപ്പെടുവിച്ചു. മുൻ DGP രമൺ ശ്രീവാസ്തവയെ പോലീസിന്റെ ഉപദേശകനായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അവധിയിൽ പോയ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് തിരികെ വരുമെന്നും വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നതോടെ സംസ്ഥാനത്ത് UDF ഇല്ലാതാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസ് ലീഗിന് കീഴടങ്ങിയ പാർട്ടിയാണെന്നും കോടിയേരി പറഞ്ഞു. UDF കൂടുതൽ ശിഥിലമാകാൻ പോവുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി പിരിച്ചുവിടേണ്ടെന്നൊരു രാഷ്ട്രീയ സാഹചര്യമാണ് ഈ 17-ാം തീയതിക്ക് ശേഷം കേരളത്തിൽ സംജാതമാകാൻ പോകുന്നത് എന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം. ഇന്നത്തെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇതേ രൂപത്തിലേക്ക് തുടരാൻ സാധിക്കുകയില്ല. ഈ മുന്നണി രാഷ്ട്രീയമായി ഏകോപനമില്ല. വെറും ഇടതുപക്ഷ വിരോധത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നൊരു മുന്നണിയായി ഇന്ന് UDF മാറിയിരിക്കുകയാണ്. നാളെ നടക്കുന്ന മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രത്യേക കേന്ദ്രങ്ങളിലാണ് വിതരണം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ വ്യാപകമായ തകരാർ വന്ന സാഹചര്യം കൂടി പരിഗണിച്ച് മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 13.4 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർക്കായി 1775 പോളിംഗ് ബൂത്തുകളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിയോടെ 7 നിയോജക മണ്ഡലങ്ങളിലെയും പ്രത്യേക കേന്ദ്രങ്ങൾ വഴി പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. പ്രിസൈഡിംഗ് ഓഫീസർമാരും 3 പോളിംഗ് ഓഫീസർമാരും ചേർന്നാണ് ഓരോ ബൂത്തുകളിലേക്കുമുള്ള സാമഗ്രികൾ ഏറ്റുവാങ്ങിയത്. പോളിംഗിനായി 4700ഓളം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് വ്യാപകമായി പോളിംഗ് യന്ത്രങ്ങളിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ഇത്തവണ കൂടുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ മണ്ഡലത്തിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ EVM കമ്മീഷനിങ് സമയത്ത് നമുക്ക് രണ്ടാമത്തെ ഒരു അത് ചെയ്തിട്ടുണ്ട്. നോക്കിയിട്ട് എനി ഇഷ്യൂ ഓർ എനിത്തിങ് ഇസ് ദെയർ ഓർ നോട്ട് ഇത് നമുക്ക് നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും ഇവിടെ ECIയുടെ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി. എനിവേസ് നാളെ ഓൾസോ നമ്മുടെ റിസർവ് ECIയുടെ എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് അപ്പം തന്നെ അത് സോൾവ് ചെയ്യും. പോളിംഗ് സുരക്ഷ ഒരുക്കുന്നതിനായി 2500 പോലീസുകാരെ മണ്ഡലത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. 4 കമ്പനി കേന്ദ്രസേനയും മലപ്പുറത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
വാർത്തകളിലേക്ക്. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി കേതൽ ജീൻസൺ രാജയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേതലിനെ ADGP B സന്ധ്യ, IG മനോജ് എബ്രഹാം, മനോരോഗ വിദഗ്ധൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്താനുള്ള ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന അന്ധവിശ്വാസത്തിന്റെ ഭാഗമായാണ് ഈ കൊല നടത്തിയതെന്ന് കേതൽ ജീൻസൺ രാജ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കുന്ന കേതലിനെ തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ കേഡൽ ജിൻസൺ രാജ പ്രത്യേക മാനസിക നിലയുള്ള ആളാണെന്നത് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മനഃശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. ADGP സന്ധ്യ, IG മനോജ് എബ്രഹാം എന്നിവർ നേതൃത്വം നൽകിയ ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. കേഡൽ ജിൻസൺ പറഞ്ഞ ആസ്ട്രിയൽ പ്രോജക്ഷന്റെ വിവിധ തലങ്ങളും പ്രവൃത്തികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മനഃശാസ്ത്ര വിദഗ്ധരുമായി വിശകലനം നടത്തി. കേഡലിന്റെ ബന്ധുക്കളെയും വീട്ടുവേലക്കാരികളെയും കമ്മീഷണർ ഓഫീസിലെത്തിച്ച് കേഡലിനൊപ്പം ഇരുത്തി മൊഴി രേഖപ്പെടുത്തി. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പരീക്ഷണമാണ് താൻ നടത്തിയതെന്ന് കേഡൽ മൊഴി നൽകി. ഇത് താൻ പലതവണ പരീക്ഷിച്ചിട്ടുണ്ടെന്ന് കേഡൽ പോലീസിനോട് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് പഠിക്കുന്ന സമയത്താണ് ഇത് പരിശീലിച്ചു തുടങ്ങിയതെന്നും കേഡൽ പോലീസിനോട് വ്യക്തമാക്കി. അതേസമയം പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ പ്രതിയായ കേഡൽ ജിൻസൺ കീസോഫ്രീനിയ എന്ന കടുത്ത മാനസിക രോഗത്തിന്റെ ഉടമയാണെന്ന കാര്യം മനോരോഗ വിദഗ്ധൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായുള്ള ഡിലൂഷനാണ് കേഡൽ കാണിച്ചതെന്നും ഡോക്ടർ പോലീസിനോട് പറഞ്ഞു. കേഡലിന്റെ മാനസികരോഗം സ്ഥിരീകരിക്കാനായി കേഡലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസികരോഗ ചികിത്സാ വിഭാഗത്തിൽ വിശദമായ പരിശോധനയും നടത്തി. കൂടാതെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കേഡലിന്റെ തലമുടി, നഖത്തിനടിയിലെ മാംസം, രക്തം എന്നിവയും ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു. എന്നാൽ മാനസിക തകരാർ ഉയർത്തിക്കാട്ടി കേതൽ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിപൂർവമായ ശ്രമം നടത്തുകയാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതേസമയം കേതലിന്റെ അക്രമവാസനെ പറ്റിയും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കൊലപാതകത്തിനുള്ള യഥാർത്ഥ കാരണം ഈ പരിശോധനയിൽ കണ്ടെത്താനാകുമെന്നും പോലീസ് കരുതുന്നു. കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കേഡലിനെ നന്ദൻകോട്ടെ വസതിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം നന്ദൻകോട് വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 4 പേരുടെയും കുടുംബജീവിതവും ദുരൂഹതകളും വൈചിത്രങ്ങളും നിറഞ്ഞതാണ്. ഭക്ഷണത്തിനായി മാത്രമായി 200-ലധികം വിവിധ ഇനങ്ങളിലുള്ള കോഴികളെയാണ് പ്രത്യേകം വീട്ടിൽ വളർത്തിയിരുന്നത്. ഇവർ പുറം ലോകവുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല. മാസങ്ങളായുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ വരെ ഗോവണിയിൽ തൂക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകൾ കൂടിയായിരുന്നു ഇവർ. ജോലിക്കായി എത്തുന്നവർക്ക് നിയന്ത്രണവും സ്വാതന്ത്ര്യമില്ലായ്മയും ഉണ്ടായിരുന്നതായും അവർ വെളിപ്പെടുത്തുന്നു. കുടിവെള്ളമില്ലാത്തതിനാൽ ദുരിതം പേറുകയാണ് എറണാകുളം ജില്ലയിലെ മുക്കത്കരി, ആമച്ചാടി ദ്വീപ് നിവാസികൾ. മാസത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന പൈപ്പ് വെള്ളം ആവശ്യത്തിന് തികയാത്തതിനാൽ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളത്തു നിന്നും വെള്ളം കൊണ്ടുവന്നാണ് ഇവർ ദിനം കഴിക്കുന്നത്. KSFE സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉന്നത സാങ്കേതിക നിലവാരം ഉറപ്പുവരുത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി. കിഫ്ബിയുമായി ചേർന്ന് KSFE തുടങ്ങാനിരിക്കുന്ന പ്രവാസി ചിട്ടിക്ക് പശ്ചാത്തലമൊരുക്കുക കൂടിയാണ് ലക്ഷ്യമിടുന്നത്. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അധ്യക്ഷനായിരുന്നു. VS ശിവകുമാർ MLA, മേയർ VK പ്രശാന്ത് തുടങ്ങിയവരും പങ്കെടുത്തു.